ഇന്ന് മഴയ്ക്ക് അല്പം ഇന്നലെ 2 ദിവസം മുൻപ് വലിയ മഴ പെയ്തപ്പോൾ വെള്ളം കയറിയ ഭാഗങ്ങൾ ഇന്നലെ ഒന്ന് മഴ കുറഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിയിരുന്നു. പക്ഷേ അവിടങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വീണ്ടും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പിൽ തന്നെ തുടരേണ്ടി വരികയാണ് ആളുകൾക്ക്. എത്രത്തോളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, എത്രത്തോളം ആളുകളെ ഈ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് രജീഷ്? ഏറ്റവും ഒടുവിലായി നമുക്കൊരു അലേർട്ട് കൂടി ലഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റും സാധ്യതയുണ്ടെന്ന ഒരു അറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലേർട്ട് ആണ് പല ജില്ലകളിലും ഉള്ളത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റും സാധ്യതയുണ്ടെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പത്തനംതിട്ടയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയ സ്ഥലമാണ്. അവിടെ വീണ്ടും ഓറഞ്ച് അലർട്ടിലേക്ക് വരുന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഒപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നമ്മൾ ക്യാമ്പിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം സംസ്ഥാനത്ത് അതിനിടയ്ക്ക് ഒരു അലേർട്ട് കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്ത് ഡാമുകൾ അത് 6 എണ്ണം മൂഴിയാർ അല്പസമയത്തിനകം തന്നെ തുറക്കുമെന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിൽ ആണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ സംസ്ഥാനത്ത് 273 ക്യാമ്പുകളാണ് ഉള്ളത്. 7674 പേർ ഈ ഡാമുകളിൽ കഴിയുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിക്കുന്നുണ്ട്. മഴക്കെടുതിയിൽ 11 പേർ നിലവിൽ മരിച്ചിട്ടുണ്ട്. 11 വീടുകൾ പൂർണ്ണമായും നശിക്കുകയും 293 വീടുകൾ ഭാഗികമായും നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഒരു മഴ? ഭയങ്കര ഭയപ്പാടിലാണ് എല്ലാവരും കഴിയുന്നത്. കാരണം ഒരു പ്രാവശ്യം കയറി ഇതുപോലെ തന്നെ വെള്ളം കയറിയതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം വീണ്ടും കയറി വരുമല്ലേ. അതുകൊണ്ട് എല്ലാവരും വളരെ ദുരിതത്തിലും പ്രയാസത്തിലും. അതിൻ്റെ കൂടെ കരണ്ടും ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എല്ലാവർക്കും. ചേട്ടൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറി എങ്ങനെയാണ്? ഇല്ല, എൻ്റെ വീട്ടിലോട്ട് വെള്ളം വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. കാരണം എൻ്റെ പെങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ വീടിന് ചുറ്റും വെള്ളമായി. അവരെയൊക്കെ ഒന്ന് രക്ഷിക്കാനായിട്ട് ഇറങ്ങിയതായിട്ടുള്ളത്. ഇപ്പോൾ ക്യാമ്പിൽ കുറെ തുറന്നിട്ടുണ്ട്, കുറെ പേര് ക്യാമ്പിലേക്കൊക്കെ മാറിയെന്ന് പറയുന്നു. അതെ, ക്യാമ്പിലുള്ളവരിപ്പം സുരക്ഷിതരായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും കയറുന്നതിൻ്റെ ഒരു ആശങ്ക എല്ലാവർക്കും ഭയപ്പാടിൽ കഴിയുകയാണ് ഇപ്പം. ഇപ്പോൾ ഇടറോഡുകളൊക്കെ എങ്ങനെയാണ് സ്ഥിതി ഇവിടുത്തെ? ഇടറോഡിലൊക്കെ വെള്ളമുണ്ട്. ആൾക്കാരെല്ലാം ശുചീകരണ കാര്യങ്ങളുമായിട്ട് നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ മഴ ശക്തമായിട്ട് കിഴക്ക് പെയ്യുന്നതുകൊണ്ട് വീണ്ടും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ വീണ്ടും ശക്തമാവുന്നതാണ് സൂചന. വീണ്ടും പൊങ്ങി വരുവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം ഇവിടെ താഴ്ന്നതെല്ലാം അങ്ങ് പടിഞ്ഞാറോട്ടാണല്ലോ വീണ്ടും കളരുന്നത്. അവിടെയും ദുരിതത്തിലാണ് എല്ലാവരും കഴിയുന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം സഹിക്കുകയല്ലേ ഉള്ളൂ ഇപ്പോൾ. ദിവ്യ, എല്ലാവരും ആശങ്കയിൽ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുന്നത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഇന്നലെ രാത്രി ആ മലയുടെ മുകളിൽ പെയ്ത മഴകളൊക്കെ തന്നെ മഴവെള്ളമൊക്കെ തന്നെ വൈകാതെ തന്നെ എത്തും. അപ്പോൾ വീണ്ടും വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. നേരത്തെ പുഴക്കുളം മധുനൂർ സംസ്ഥാന സമയത്ത് ഇന്നലെ ഉണ്ടായിരുന്നേക്കാൾ 2.5 അടിയോളം വെള്ളം പല സ്ഥലങ്ങളിലും വീണ്ടും ഉയർന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. എന്തായാലും വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഓറഞ്ച് അലർട്ടാണ് നിലവിൽ ജില്ലയിൽ. ഇപ്പോൾ ഈ മൂഴിയാർ ഡാം തുറന്നു വിട്ടോ ഇല്ലയോ എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും തുറക്കാനുള്ള നിർദ്ദേശമൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡാം തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഈ ജലം എത്തുമ്പോൾ ഈ രജീഷ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം ഉയരില്ലേ? തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വീണ്ടും ഉയരുമെന്നാണ് സ്ഥലം MLA കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഈ പാലത്തിന്റെ വലതുവശത്തൊരു വീടുണ്ട്, ഒരു മതിൽക്കെട്ടാണ്. അതിനോട് അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് വീടുള്ളത്. ഒരുപക്ഷെ വീണ്ടും ഈ വെള്ളം ഉയരുകയാണെങ്കിൽ ഒരുപക്ഷെ ആ വീട്ടിലേക്കും ഒക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. പല വീടുകളിലും ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ പല ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ രണ്ടുപേരും സംസാരിച്ച സമയത്തും പറഞ്ഞിരിക്കുന്നത് അവരുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ വെള്ളം കയറി. അവരെ അവിടെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലരെയും ഇതിനോടകം തന്നെ മാറ്റിയെന്നും ഒക്കെ തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും വീണ്ടും വെള്ളം ഉയരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മഴ വീണ്ടും കനത്തുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ നൽകിയിട്ടുള്ളത്.